ചുവപ്പ് രാശി നോവൽ തുടർച്ച അധ്യായം 3. ചന്തുവിനെ കണ്ടതും തീയിൽ സ്പർശിച്ച മാതിരി ഭൈരവൻ 2 ചുവട് പിന്നിലേക്ക് മാറി. റെന്നിക്കും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. റോബിൻ മെല്ലെ എഴുന്നേറ്റു. ചന്തു സാവധാനം കുഞ്ഞച്ചനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചന്തു, എൻ്റെ മോളെ അവൻ. കുഞ്ഞച്ചൻ കരഞ്ഞുപോയി. ചേട്ടൻ കരയാതെ. അയാളെ മാറ്റി നിർത്തിയിട്ട് ചന്തു അകത്തേക്ക് കയറി. കടയുടെ മുന്നിൽ ആൾക്കാർ തടിച്ചുകൂടി. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. റെന്നി, ആ പെങ്കൊച്ചിനെ ഇങ്ങ് വിട്ടേരെ, ചന്തു പറഞ്ഞു. നീ പോടാ പുല്ലേ, ഈ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ, അപ്പോൾ മര്യാദയ്ക്ക് പ്രശ്നം തീരുന്ന മട്ടില്ലല്ലോ. ചന്തു ഒരു പീടി കത്തിച്ചു. തടി ചീത്തയാക്കാൻ തന്നെയാണ് ഉദ്ദേശം. ഭൈരവ, ആ തെണ്ടിയെ അടിച്ച് പുറത്താക്കട, റെന്നിയുടെ കൽപ്പന. ഭൈരവൻ 2 ചുവടുകൾ മുന്നോട്ട് വെച്ചു. നിൽക്കടാ അവിടെ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും. കുഞ്ഞച്ചൻ്റെ കയ്യിൽ നിന്നും റെന്നി തട്ടിക്കളഞ്ഞിരുന്ന വെട്ടുകത്തി ചന്തു എടുത്തു. ഭൈരവൻ നിന്നു. അടിക്കടാ, നോക്കി നിൽക്കാതെ. ഭൈരവൻ ചലിച്ചില്ല. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി റെന്നിക്ക്. നന്ദിയില്ലാത്ത നായെ, അവൻ അലറിക്കൊണ്ടിരുന്നു. പെൺകുട്ടിയെ വിടുന്നതാണ് നല്ലതെന്ന് അവനും തോന്നിയിരിക്കണം. അവൻ അവളെ വിട്ടു. പിന്നെ റോബിനും റെന്നിക്കും പുറത്തേക്ക് നടന്നു. നിനക്ക് വെച്ചിട്ടുണ്ടടാ. ചന്തു പിന്നാലെ ചെന്നപ്പോഴേക്കും അവൻ ജീപ്പ് ഓടിച്ചു പോയി കഴിഞ്ഞിരുന്നു. ഭൈരവനും കൂട്ടുകാരൻ ഗുണ്ടയും കടയ്ക്കുള്ളിൽ കുടുങ്ങി. നിങ്ങളൊക്കെയാണ് ഇവനെ ഇത്തരത്തിൽ വളർത്തിയത്. ജനങ്ങളെ നോക്കി ചന്തു പറഞ്ഞു. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന ഒരുത്തനും ഇവിടെ വിലസത്തില്ല. ജനങ്ങൾ പരസ്പരം നോക്കി. പിന്നെ അവർ ഭൈരവന്റെ നേരെ തിരിഞ്ഞു. ഇനി നിന്നാൽ കുഴപ്പമാണെന്ന് തോന്നിയ അയാളും അയാളുടെ കൂട്ടാളിയും കടയുടെ പിൻവാതിൽ വഴി ഓടിക്കളഞ്ഞു. തക്ക സമയത്ത് ചന്തു എത്തിയതുകൊണ്ട് എൻ്റെ മകൾ രക്ഷപ്പെട്ടു. കുഞ്ഞച്ചൻ്റെ വാക്കുകളിൽ നിറഞ്ഞ നന്ദിയുടെ പ്രതിഫലനം അവളുടെ മകളുടെ കൃതജ്ഞതയും ചന്തുവിനെ നോക്കി. അയാളൊന്നും പറഞ്ഞില്ല. ഇനി ചന്തു അണ്ണനെ ഞങ്ങൾ വിടില്ല. പാലമൂട്ടിലെ തൊഴിലാളികൾ ചന്തുവിൻ്റെ ചുറ്റും കൂടി. അണ്ണൻ ഇവിടെ തന്നെ താമസിക്കണം. എവിടെ? ദാ അവിടെ പുറമ്പോക്ക് വസ്തുവാണ്. ചാത്തുണ്ണി മുതലാളി കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി. അവിടെ നമുക്കൊരു കുടിലുണ്ടാക്കണം, ഒരു തൊഴിലാളി പറഞ്ഞു. അതെ, അതാണ് നല്ലത്. മറ്റുള്ളവരും അതുതന്നെ ആവർത്തിച്ചു. ആലോചിക്കാം. ചന്തുവിന് അർദ്ധസമ്മതം. ചന്തു അണ്ണ. പിന്നിൽ നിന്നും ഒരു പൊട്ടിക്കരച്ചിൽ കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. സീത. എന്താ, എന്തുപറ്റി? ചന്തുവണ്ണം പോയത് പിന്നീട് ഒറ്റ ദിവസം പോലും ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ആ ദുഷ്ടൻ എന്നും വഴക്കിന് വന്നു. ഇരുട്ടത്ത് മറഞ്ഞിരുന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. സീത, ഇനി പേടിക്കണ്ട. ചന്തുവണ്ണൻ ഇനി എങ്ങും പോകത്തില്ല, ഇവിടെ തന്നെ കാണും. തൊഴിലാളികൾ അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ അവർക്കിടയിൽ പലരുമുണ്ടായിരുന്നു. ചാത്തുണ്ണിയുടെ ആൾക്കാർ. ആ ചായ്വ് അവർ പുറത്ത് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം. ബംഗ്ലാവിൽ തിരികെ എത്തിയ ഉടൻ റോബിൻ SI വിക്രമിന് ഫോൺ ചെയ്തു. യെസ്, വിക്രം ഹിയർ. മറുതലക്കിൽ നിന്നും ശബ്ദം കേട്ടു. എടോ, താനല്ലടോ പറഞ്ഞത് ആ പന്നക്കഴിവേറി ഇനി പാമൂട്ടിൽ കാലുകുത്തില്ലെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? റോബിൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തനിക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ കറൻസി നോട്ടുകളും വിദേശ മദ്യവുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. റോബിൻ, താൻ കാര്യം പറ. വിക്രമിൻ്റെ സ്വരത്തിലും മാറ്റം. താനെന്താ ചൂടാകുന്നത്? ആ ചന്തു വീണ്ടും പാലമുട്ടിലെത്തിയിരിക്കുന്നു. ഇന്നവൻ ഞങ്ങളുമായി പിന്നെയും ഉടക്കി. നിങ്ങളുമായി മാത്രം എന്താ അവൻ ഉടക്കാൻ കാരണം? ദേ, നിങ്ങളതൊന്നും അന്വേഷിക്കണ്ട. വേഗം അവൻ്റെ ശല്യം തീർത്തു തരണം. ഒരു നിമിഷം വിക്രം മൗനമായി. താനെന്താ ഒന്നും പറയാത്തത്? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വിക്രം, ആ, ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ ധരിച്ചിരിക്കുന്ന കാക്കിയുടുപ്പിനെ മാനിക്കണം. എനിക്ക് ശമ്പളം തരുന്നത് മിസ്റ്റർ ചാത്തുണ്ണിയല്ല. മുഖമടച്ചൊരു അടി കിട്ടിയതുപോലെയായിരുന്നു റോബിന്. എടോ, താനെന്നാ ഇത്ര വലിയ മഹാനായത്? എനിക്കൊന്ന് അറിയണം. തൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഒന്ന് പോടാ കൊച്ചനെ. നീ നോക്കിയാൽ തെറിക്കുന്ന മറ്റെന്തെങ്കിലും കാണും. സ്കൗണ്ട്രൽ. അമർഷത്തോടെ വിക്രം റിസീവർ വെച്ചു. എന്താ ചേട്ടാ? റെന്നി റോബിനെ നോക്കി. ചന്തു
വിക്രമിനിട്ടും പൊടിക്കാണും. റോബിൻ ആലോചനയോടെ പറഞ്ഞു. നീ പറഞ്ഞത് നേരാണോടാ. ചാത്തുണ്ണിയും മക്കളും ആ ചുമട്ടുതൊഴിലാളികളെ തുറച്ചു നോക്കുന്നു. അതെ മുതലാളി, നാളെ അവന് വീട് വയ്ക്കണമെന്നാണ് പ്ലാന്. ചാത്തുണ്ണി മക്കളുടെ നേരെ തിരിഞ്ഞു. നമ്മുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണിത്. നാളെ നേരം പുലരുമ്പോൾ അവൻ്റെ ശവശരീരം നീലപ്പുഴയിൽ ഒഴുകിയാൽ അതൊരു നല്ല വാർത്തയായിരിക്കും. യെസ് ഡാഡി. രാത്രിയിൽ അവൻ എവിടെയായിരിക്കും കിടക്കുക? മിക്കവാറും കുഞ്ഞച്ചൻ്റെ ചായക്കടയുടെ ചായപ്പിൽ. എങ്കിൽ നാളെ അവിടെ ചായക്കടയും ചായപ്പും പോലും കാണരുത്. തുടർന്ന് പല തന്ത്രങ്ങൾക്കും രൂപം കൊടുത്തു. രാത്രി കുഞ്ഞച്ചൻ്റെ ചായപ്പിടികയോട് ചേർന്നുള്ള ചായപ്പിൽ ചാക്കുകട്ടിലിൽ ബീഡി വലിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ചന്തു. എയർ കണ്ടീഷൻ മുറിയിൽ ഉറങ്ങിയിട്ടുള്ള തനിക്ക് കൊതുകിൻ്റെ ശല്യമുള്ള ഈ തെരുവിൽ കിടക്കേണ്ട ഗതികേട് ചന്തു ഓർത്തു. എന്തോ ശബ്ദം കേട്ട് അയാൾ തലതിരിച്ചു. ചായക്കടയുടെ പിന്നിലേക്ക് ആരോ മറയുന്നത് പോലെ ഒരു തോന്നൽ. ആരാടാ അത്? ചന്തു അവിടേക്ക് ഓടിച്ചെന്നു. പെടുന്നനെ ചിലർ ഇരുളിൽ ഓടിമറിഞ്ഞു. എന്താ ചന്തു? കുഞ്ഞച്ചൻ ഉണർന്ന് വാതിൽ തുറന്നു. ആരോ ഇവിടെ വന്നിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടു. സൂക്ഷിക്കണം, ചാത്തുണ്ണിയുടെ ആൾക്കാരാവും. ഒരു കാര്യം ചെയ്, മോനകത്ത് കിടക്ക്. വേണ്ട ഏട്ടാ, വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല. എവിടെ കിടന്നാലും മരിക്കേണ്ടവൻ മരിക്കും. ചന്തു തിരികെ ചായപ്പിലേക്ക് നടന്നു. പ്രഭാതം. പട്ടണത്തിൽ നിന്നുള്ള ആദ്യത്തെ ബസ്സെത്തി. അതിൻ്റെ പുറത്ത് അവിടെ ഇറക്കുവാനുള്ള ധാരാളം സാധനങ്ങളുണ്ടായിരുന്നു. ഇന്നു മുതൽ ചാത്തുവണ്ണൻ നമ്മുടെ ആളാണല്ലോ. ആദ്യത്തെ ജോലി ഇപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം, തൊഴിലാളികൾ പറഞ്ഞു. ചന്തു ഒരു നിമിഷം ചിന്തിച്ചു. ഇതൊന്നും തനിക്ക് തീരെ പരിചയമുള്ള കാര്യങ്ങളല്ല. ബ്രീഫ് കേസ് എടുത്ത് കാറിൽ വെക്കുന്നത് പോലും ഡ്രൈവറോ വേലക്കാരനോ ഒക്കെയായിരുന്നു. പക്ഷേ ഇന്നു താൻ തെണ്ടിയാണല്ലോ, കിടപ്പാടം പോലും ഇല്ലാത്തവൻ. ചന്തു തൊഴിലാളികളെ നോക്കി. അവർ പ്രോത്സാഹിപ്പിച്ചു. അയാൾ മെല്ലെ ബസ്സിൻ്റെ പുറത്തു കയറി. ജീവിതം ഒരു പുതിയ തുറയിലേക്ക്. കോടിക്കണക്കിന് രൂപയുള്ള സ്വത്തുള്ള ചന്തു നിത്യവൃത്തിക്ക് വേണ്ടി കൂലിവേല ചെയ്യുന്നു. തൊഴിലാളികൾക്കിടയിലെ ജീവിതം ചന്തുവിന് ഒരു പുതുമയുള്ളതായി തോന്നി. 10 മണി കഴിഞ്ഞപ്പോൾ അയാൾ ഷാപ്പിലെത്തി. നിന്നുകൊണ്ട് തന്നെ 200 പട്ട അകത്താക്കി. കറിക്കാരി മാധവി വല്ലാത്തൊരു ഭാവത്തിൽ അയാൾ ശ്രദ്ധിച്ചു. ചന്തു കണ്ട ഭാവം നടിച്ചത് കൂടിയില്ല. ചന്തുണ്ണ, വീട് വെക്കണ്ടേ? ഉച്ച കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ ഒത്തുകൂടി. 1-2 നാൾ കൂടി കഴിയട്ടെ. വൈകിട്ട് സീത പീടികയിൽ വന്നപ്പോൾ ചന്തുവിൻ്റെ അടുത്തെത്തി. ചന്തുണ്ണ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് ഒന്നും വരുന്നില്ല. എന്തിനാടി? ചുമ്മാ, എന്നെ രക്ഷിച്ച ആളല്ലേ. വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കാനാണോടി? സീതയുടെ മുഖം വാടി. എന്നെ വൈരവൻ ചേട്ടൻ അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുമ്പോഴെങ്കിലും ഒന്ന് വരണേ. അവൾ കണ്ണു തുടച്ചുകൊണ്ട് നടന്നുപോയി. ചന്തുവിന് വിഷമം തോന്നി. അവിടെ വരെ പോകുന്നതിൽ എന്താണ് തെറ്റ്? മോനെ, ഞാനെല്ലാം കേട്ടു. ആ പെണ്ണിൻ്റെ വീട്ടിലോട്ട് ചുമ്മാതൊന്ന് പോ. അവളുടെ ഒരു സന്തോഷത്തിന് ഒരുപാട് കരഞ്ഞിട്ടുള്ള കുട്ടിയാ. ചന്തു ശിരസിലക്കി. പോകാം. ചന്തു എണീറ്റു. അയാൾ പടി കടന്നു വരുന്നത് കണ്ടപ്പോൾ സീതയ്ക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം. ചന്തുണ്ണം വന്നു. അവൾ ഓടി അകത്തുനിന്ന് വന്നു. വാണ്ണ. ഒരു ചെറിയ വീട്, 2 മുറികളും ഉള്ള ഒരു ചെറിയ തിണ്ണയും. ചന്തു തിണ്ണയിൽ കിടന്നിരുന്ന പായ ബെഞ്ചിലിരുന്നു. ഞാനിപ്പം കാപ്പി കൊണ്ടുവരാണ്. പെണ്ണെ, നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ചന്തു ചിരിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് മന്ത്രിയോ കളക്ടറോ മറ്റോ ആണോ? എനിക്ക് അവരേക്കാൾ വലിയ ആളാ ചന്തുണ്ണൻ. അവൾ അകത്തേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ കടുങ്കാപ്പി കൊണ്ടുവന്നു. സീതയുടെ അച്ഛനും അമ്മയും? അച്ഛൻ നേരത്തെ ഞങ്ങളെ കളഞ്ഞിട്ട് പോയി. അവളുടെ സ്വരം പതറി. അമ്മ ചേച്ചിയുടെ മരണത്തോടെ അമ്മയ്ക്ക് സ്വബോധം നഷ്ടമായി. ശരിക്കും ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണിക്കും. ഇപ്പോൾ ആരോട് സംസാരിക്കാതെ ഒരു ഇരിപ്പാണ്. ഒരു ദിവസം സീത ഓർത്തു നിന്നു. ആ മുഖം വലിഞ്ഞു മുറുകി. ഭൈരവൻ ചേട്ടൻ എൻ്റെ അമ്മയെ ഒരുപാട് തല്ലി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ
അമ്മയെ കണ്ടില്ല. ചന്തു മിണ്ടിയില്ല. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് അയാൾ എണീറ്റു. പോട്ടെ. അയാൾ 2 അടി വെച്ചപ്പോൾ അവൾ വിളിച്ചു, ചന്തു അണ്ണ. അയാൾ തിരിഞ്ഞു. അണ്ണ മറ്റൊന്നും വിചാരിക്കരുത്. പാലമൂട്ടിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ ഇനിയൊന്നും പറയരുത്. എനിക്കില്ലാതെ പോയ എൻ്റെ ആങ്ങളെയാണ് ചന്തുണ്ണനെന്ന് ഞാൻ കരുതുന്നത്. സീതേ. അയാൾ തിരികെ വന്നു. അവളുടെ തോളിൽ കൈവച്ചു. എനിക്കും പെങ്ങളില്ല. നീ എന്നും എൻ്റെ കുഞ്ഞു പെങ്ങളായിരിക്കും. അയാൾ അവളുടെ കണ്ണുനീർ തുടച്ചു. അണ്ണൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി അതങ്ങ് ക്ഷമിക്കി. അണ്ണ. സീത കിതച്ചു. അവൾക്ക് നിറഞ്ഞ ആഹ്ലാദം. ചന്തു പാലമൂട്ടിലെത്തുമ്പോൾ കുഞ്ഞച്ചൻ്റെ ചായക്കടയുടെ മുന്നിൽ ആൾക്കാർ കൂടി നിൽക്കുന്നു കണ്ടു. കുഞ്ഞച്ചൻ്റെയും മക്കളുടെയും നിലവിളികൾ കേട്ട് അയാൾ കാര്യമറിയാതെ അവിടെ കൂടി. വളരെയേറെ ആൾക്കാർ അവിടെ കുന്നുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ചായക്കടക്കിൽ നിന്നും പാത്രങ്ങൾ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ശബ്ദം കണ്ടത്. ഉൾക്കിടലത്തോടെ ചന്തു അകത്തേക്ക് ഓടിയെത്തുമ്പോൾ മാരുതിക്കാരൻ്റെ ബോണറ്റിൽ ചാരി ചാത്തുണ്ണിയും മക്കളും നിൽക്കുന്നു. അവരുടെ മുന്നിൽ തറയിലിരുന്ന് നിലവിളിക്കുന്ന കുഞ്ഞച്ചനും പെൺമക്കളും. മുതലാളി ഞങ്ങളെ വഴിയാധാരമാക്കരുത്. കൃത്യമായി ഞങ്ങൾ വാടക വരുന്നുണ്ടല്ലോ. എന്നിട്ടും കുഞ്ഞച്ചൻ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരയുകയാണ്. താൻ കൂടുതലൊന്നും പറയണ്ട. ഇനി ഞങ്ങളുടെ സ്ഥലത്ത് താമസിക്കാനോ കട നടത്താനോ പറ്റില്ല. റെന്നിയാണ് മറുപടി പറഞ്ഞത്. കണ്ണി ചോരയില്ലാത്ത വർത്തമാനം പറയാതെ കുഞ്ഞെ. തന്നെ സഹായിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. പോരെങ്കിൽ എന്തിനും പോകുന്ന പെൺമക്കളും. എവിടെയായാലും ആവശ്യത്തിന് സമ്പാദിക്കാമോ. റോബിൻ്റെ ഭാഗം. ഇത് കേട്ട് ചാത്തുണ്ണി അങ്ങനെ രസിച്ചു നിൽക്കുകയാണ്. തനിക്ക് ചേർന്ന മക്കൾ എന്ന ഭാവത്തിൽ. കടയ്ക്കുള്ളിലെ സാധനങ്ങൾ മുഴുവൻ പുറത്തായി കഴിഞ്ഞു. ഡെസ്കും ബെഞ്ചും വരെ ഒടിഞ്ഞു കിടക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ മുറ്റത്ത് ചിതറിക്കിടക്കുന്നു. ഒന്ന് വേഗം വേണം, ചാത്തുണ്ണി തൻ്റെ ആൾക്കാരോട് പറഞ്ഞു. ഇപ്പോൾ തീർക്കാം മുതലാളി. എന്തിനും പോരുന്ന 4-5 ഗുണ്ടകളുമായാണ് ചാത്തുണ്ണിയും മക്കളും എത്തിയിരിക്കുന്നത്. അവർ ചായക്കടയുടെ ഓലച്ചെറ്റകൾ കൂടി അറുക്കാൻ ഭാവിക്കുന്നത് ചന്തു കണ്ടു. കുഞ്ഞച്ചൻ ചാത്തുണ്ണിയുടെ കാലിൽ പിടിച്ചു. മുതലാളി, എല്ലാം തകർന്ന ഒരു മനുഷ്യൻ്റെ രോദനം. പോടോ. ചാത്തുണ്ണി കാല് കുടഞ്ഞു. ആൾക്കാരെന്തോ സുഖമുള്ള കാഴ്ച കാണുകയാണ്. ചാത്തുണ്ണിയോട് എതിർത്ത് ഒരക്ഷരം പറയുവാൻ അവർക്ക് ധൈര്യമില്ല. ചാത്തു പിന്നിൽ വന്നത് ആരും അറിഞ്ഞിരുന്നില്ല. ചായക്കടയുടെ ചെറ്റകൾ നിലം പതിച്ചപ്പോൾ ചന്തുവിന് അടങ്ങാൻ കഴിഞ്ഞില്ല. നിർത്തിനടാ. ഇടിവെട്ടും പോലെയുള്ള അയാളുടെ ശബ്ദം കേട്ട് എല്ലാവരും പകച്ചു നോക്കി. ഗുണ്ടകൾ പോലും ഒരു നിമിഷം നിന്നു. ആൾക്കാർ ഇരുഭാഗത്തേക്ക് മാറി. ചന്തു അതുവഴി ഏറ്റവും മുന്നിലെത്തി. അയാളെ കണ്ടപ്പോൾ കുഞ്ഞച്ചനും പെൺമക്കളും കൂടുതൽ ശക്തിയോടെ കരയാൻ തുടങ്ങി. ചന്തു, ചന്തു അണ്ണ. അയാൾ എല്ലാവരെയും ഒന്ന് നോക്കി. ചാത്തുണ്ണിയും മക്കളെയും അയാളെ ശ്രദ്ധിച്ചതേയില്ല. എന്താടാ നോക്കി നിൽക്കുന്നത്? വേഗം പൊളിച്ചു മാറ്റടാ, റെന്നി തങ്ങളുടെ ആൾക്കാരോട് കൽപ്പിച്ചു. അവർ കടയിൽ കൈവച്ചതും ചന്തു 2 അടി മുന്നോട്ടെടുത്തു. ഇനി കടയിൽ തുടരുത്, ചന്തുവാ പറയുന്നത്. ഗുണ്ടകൾ പുച്ഛഭാവത്തിൽ ചിരിച്ചു. അവരുടെ തലവൻ എന്ന് തോന്നിക്കുന്ന ആൾ മൂർച്ചയുള്ള വെട്ടുകത്തി കൊണ്ട് പുറംചൊറിഞ്ഞു. പിന്നെ അയാളോട് തിരക്കി, ആരടാ പയ്യൻ നീ? വേഗം പോകാൻ നോക്ക്. ചന്തു അല്പം കൂടി മുന്നിലെത്തി. തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് തലയിൽ കെട്ടി. പോക്കറ്റിൽ നിന്നൊരു വീടി എടുത്ത് കത്തിച്ചു. ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? ഗുണ്ടകൾ പരസ്പരം കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചു. ചാത്തുണിയും മറ്റും ചന്തുവിനെക്കുറിച്ച് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ ആരെന്നറിയണം. ഗുണ്ടകൾ കയ്യിലിരുന്ന ആയുധങ്ങളുമായി അയാൾക്കു നേരെ തിരിഞ്ഞു. ഈ അവസരത്തിൽ അവിടെ ഒരു ബെൻസുകാർ വന്നു. അതിൻ്റെ പിൻസീറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങുകയും അവിടെ നടക്കുന്നത് സാഗൂതം ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇനി ഈ പാവം മനുഷ്യരെ ദ്രോഹിച്ചാൽ നീയൊന്നും അമ്മയെ കണ്ടു മരിക്കില്ല. അത് ശരി. പറഞ്ഞതും നേതാവ് വെട്ടുകത്തി വീശി. ചന്തു താഴേക്ക് കുനിഞ്ഞു. അയാളുടെ തലമുടിയിൽ സ്പർശിച്ചുകൊണ്ട് കത്തി നീങ്ങി. അതേ സെക്കൻഡിൽ അയാൾ നേതാവിൻ്റെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. അയാൾ പിന്നിലേക്ക് വേച്ചുപോയി. ഉടൻ ബാക്കിയുള്ളവർ മുന്നോട്ട് വന്നു. 4 പേർ. കോബ്ര കരാട്ടെ സ്കൂൾ,
ഒരു നിമിഷം ചന്തുവിൻ്റെ സ്മൃതിപഥത്തിലെത്തി. അവിടുത്തെ ഏറ്റവും മികച്ച അംഗമാണ് താൻ. ഈ നാടൻ ഗുണ്ടകളോട് വെറുതെ മൂന്നാംകിട അടി നടത്തേണ്ട കാര്യമില്ല. ആദ്യം വെട്ടുകത്തി വീശിയവൻ്റെ കയ്യിൽ ചന്തുവിൻ്റെ വലതുകാൽ കുടം പോലെ പൊതിഞ്ഞു. കത്തി തെറിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ അയാളെ ചവിട്ടിമറിച്ചിട്ട് ചന്തു ഒന്ന് കരണം മറിഞ്ഞു. ഇരുവശത്തു നിന്നവർ വെട്ടാൻ ഓങ്ങുന്നതിന് മുമ്പ് തെറിച്ചുപോയി. ജനം കണ്ണുമിഴിച്ചു. ചന്തു ഷർട്ട് വലിച്ചെറിഞ്ഞു. അയാളുടെ ശരീരത്തിലെ മസിലുകൾ കണ്ട് അവർ അമ്പരന്നു. ചന്തു ബ്ലാക്ക് ബെൽറ്റ്. ഒരു 5-6 ആൾക്കാർ കൂടിയുണ്ടെങ്കിലും അയാൾ മാത്രം മതി. അയാളുടെ ഓരോ ഇടിക്കും 100 കിലോ ഭാരമുണ്ടെന്ന് ശത്രുക്കൾക്ക് തോന്നി തുടങ്ങി. വെട്ടിക്കീറടാ പന്നിയെ, കേസ് വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം, ചാത്തുണ്ണി വിളിച്ചു പറഞ്ഞു. ഇതിനോടകം 5 ഗുണ്ടകളും നിരായുധരായി കഴിഞ്ഞു. ചന്തു നേതാവിൻ്റെ തലമുടി കുത്തിൽ കുത്തിപ്പിടിച്ച് വട്ടം കിറക്കിയിട്ട് കഴുത്തിൽ കൈപ്പത്തി കൊണ്ട് ഒറ്റവിട്ട്. ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. കഴുത്തിലെ അസ്ഥി ഒടിഞ്ഞതുപോലെ. താഴെ കമഴ്ന്നു വീണ നേതാവ് കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ പിടയ്ക്കാൻ തുടങ്ങി. അതുകണ്ട് മറ്റു ഗുണ്ടകൾ ചന്തുവിനോട് അടുക്കാൻ മടിച്ചു നിന്നു. പാലമുട്ടിലെ ചുമട്ടുകാരിൽ പലർക്കും ചന്തുവിനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ചാത്തുണ്ണിയുടെ മുന്നിൽ വെച്ച് അയാളെ എതിർക്കാൻ ഒരു മടി. മര്യാദയ്ക്ക് പുറത്തെറിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കണടാ, ചന്തു ഗുണ്ടകളോട് ചേറി. ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഈ നേതാവിനെ ഇപ്പോൾ ഞാൻ കൊല്ലും. അയാൾ നേതാവിൻ്റെ മുതുക്കിൽ കാൽമുട്ട് അമർത്തിയിട്ട് അയാളുടെ തലമുടിയിൽ പിടിച്ച് തല പിന്നോട്ട് തിരിച്ചു. വേണ്ട, കൊല്ലരുത്, നേതാവ് ഞരങ്ങി. സമീപത്ത് ഒരു വെട്ടുകത്തി കിടക്കുന്നത് ചന്തു കണ്ടു. പെടുന്നനെ അനുയായികളിൽ ഒരാൾ തകർന്നു കിടന്ന ഒരു കസേര വലിച്ചെടുത്തു. എന്നാൽ അത് അയാൾക്ക് പ്രയോഗിക്കാൻ കഴിയും മുമ്പ് ചന്തു എറിഞ്ഞ വെട്ടുകത്തി അയാളുടെ കാലിൽ കൊണ്ടു. എൻ്റെ അമ്മേ! അയാളുടെ കാൽ മുറിഞ്ഞ് ചോരയൊഴുകി. അസ്ഥിയുടെ പകുതി ഭാഗം വരെ മുറിഞ്ഞിരുന്നു. ചാത്തുണ്ണിയും മക്കളും മുഖാമുഖം നോക്കി. ചാത്തുണ്ണി പിന്നോട്ട് മാറി. എണീക്കടാ. ചാത്തുണ്ണി കാറിനുള്ളിൽ നിന്നും ഇരട്ടക്കുഴൽ തോക്കെടുത്ത് ചന്തുവിന് നേരെ ചൂണ്ടി. ഇന്ന് നിന്റെ തലയോട് ഞാൻ തകർക്കും. ചന്തുവിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വരുന്നു. എന്നാൽ വേഗത്തിൽ അയാൾ ഗുണ്ടാ നേതാവിനെയും കൊണ്ടുവരുന്നു. നേതാവിനെ പരിചയമാക്കി മുന്നിൽ പിടിച്ചു. ചൂണയുണ്ടെങ്കിൽ വെടിവെക്കട മുതലാളി. ചാത്തുണ്ണി പരിങ്ങി. നിറയൊഴിച്ചാൽ തൻ്റെ ആളിന് വെടിയേൽക്കും. ചന്തു അയാളെയും കൊണ്ട് മുന്നോട്ട് വന്നു. ചാത്തുണ്ണിയുടെ കൈവിരൽ തോക്കിൻ്റെ ട്രിഗറിൽ അമർന്നിരിക്കുകയാണ്. ഒരു നിമിഷം ഗുണ്ടാ നേതാവിനെ ഊക്കോടെ മുന്നോട്ട് തള്ളി. ചാത്തുണ്ണിയുടെ ലക്ഷ്യം തെറ്റി. ചന്തു തോക്കിൽ ചാടിപ്പിടിച്ച് ശക്തിയായി മുന്നോട്ടിടിച്ചു. തോക്കിൻ്റെ പത്തി കൊണ്ട് ചാത്തുണ്ണിയുടെ നെഞ്ചിൽ ഇടിയേറ്റു. അയാൾ ഗുണ്ടാ നേതാവിനോടൊപ്പം കാറിൻ്റെ ബോണറ്റിലേക്ക് മറിഞ്ഞു. തോക്ക് ചന്തുവിൻ്റെ കയ്യിൽ. അയാളത് ചാത്തുണ്ണിയുടെ കഴുത്തിൽ അമർത്തി. റോബിനും റെന്നിയും മിഴിച്ചു നിന്നു. ചോര മരവിക്കുന്നതായി അവർക്ക് തോന്നി. ചന്തുവിൻ്റെ കൈവിരൽ അറിയാതെ ട്രിഗറിലൊന്നും അമർന്നാൽ നിന്റെ തന്തയ്ക്ക് ജീവൻ കിട്ടണമെങ്കിൽ എല്ലാ സാധനങ്ങളും വേഗം കടയ്ക്കുള്ളിൽ പെറുക്കിടാൻ പറയടാ. റോബിനെയും റെന്നിയെയും നോക്കി ചന്തു കൽപ്പിച്ചു. അനുസരിക്കാതെ അവർക്ക് നിവൃത്തിയില്ലായിരുന്നു. പെറുക്കിട്, അവർ കിങ്കരന്മാരോട് നിർദ്ദേശം നൽകി. പുറത്താക്കിയ സാധനങ്ങൾ മുഴുവൻ അകത്തേക്ക്. കാണികൾക്ക് ഹരം. ബെൻസ് കാറിൽ വന്നിറങ്ങിയ മനുഷ്യൻ ഊറിച്ചിരിച്ചു. ഏതാണ് ഈ പുലിക്കെട്ടി? ചന്തുവിനെ ചൂണ്ടിക്കൊണ്ട് അയാൾ അടുത്തു നിന്നവനോട് തിരക്കി. ചന്തു. അത്രയുമേ ഞങ്ങൾക്കറിയൂ. ചന്തു, ആ മനുഷ്യൻ പ്രതിവദിച്ചു. സാധനങ്ങളെല്ലാം അകത്താക്കി. ചന്തു തോക്ക് മാറ്റി. ചാത്തുണ്ണി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഒരു കാക്ക പറന്നു വരുന്നത് ചന്തു കണ്ടു. അയാൾ തോക്ക് ചൂണ്ടി. ടേ! ആദ്യ തറയിൽ വീണത് ചോരത്തുള്ളികളാണ്. ഒപ്പം കാക്കയും പിടഞ്ഞു വീണ്. അതും കൃത്യമായി ചാത്തുണ്ണിയുടെ കാറിന് മുകളിലാണ്. എന്തൊരുന്നം! ആൾക്കാർ പിറുവിറുത്തു. അതും കാറിൽ വന്ന ആ മനുഷ്യന് ഇഷ്ടമായി. ഇനി മേലിൽ ഈ പാവങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുണ്ണി ജീവനോടെ കാണില്ല. ചന്തു കടുത്ത സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകി. പോയിക്കോ. അപമാനിതനായ ചാത്തുണ്ണി കാറിൽ കയറി. പിന്നാലെ മക്കളും. തറയിൽ കിടന്നിരുന്ന ഗുണ്ടാത്തലവനെ മറ്റുള്ളവർ താങ്ങിയെടുത്ത് അവർ പോയി. പിന്നാലെ ബെൻസ് കാറിൽ വന്നയാളും. മോനെ! കുഞ്ഞച്ചൻ ഓടി വന്ന് ചന്തുവിനെ കെട്ടിപ്പിടിച്ചു. ചേട്ടൻ ധൈര്യമായിട്ട് അവിടെ കടന്നിർത്തിക്കോ. അയാൾ ചുമട്ടുതൊഴിലാളികളെ നോക്കി. അല്ല സുഹൃത്തുക്കളെ? അതെ അതെ, അവർ പറഞ്ഞു. ഇനി ചാത്തുണ്ണി വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. കുറച്ച് നഷ്ടം വന്നു കാണും അല്ലേ ചേട്ടാ? സാരല്ല,
അടുത്ത തവണയിൽ വാടക കൊടുക്കേണ്ടതില്ല. അതൊക്കെ സാരമില്ല, സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെയും ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. ചെല്ലപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്പരപ്പോടെ കുഞ്ഞച്ചൻ ചന്തുവിനെ നോക്കി. അതെ, ഇനി നമ്മൾ ചാത്തുണ്ണിക്ക് വാടക കൊടുക്കുന്ന പ്രശ്നമില്ല. വൈകിട്ട് പട്ടണത്തിൽ നിന്നും എത്തുന്ന ബസ് പാലമുട്ടിൽ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ചെല്ലപ്പനുമുണ്ടായിരുന്നു, കടാരി ചെല്ലപ്പൻ. ചന്തു അവിടെ എത്തിയ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ ഭൈരവന്റെ കടാര ലക്ഷ്യം തെറ്റിക്കൊണ്ടെന്ന ആള്. ചന്തു ഹോസ്പിറ്റലിൽ എത്തിച്ചവൻ. കവലയിൽ നിന്നും ചെല്ലപ്പൻ ചുറ്റും നോക്കി. ആ കണ്ണുകൾ തറഞ്ഞത് ചന്തുവിലായിരുന്നു. ചെല്ലപ്പൻ മെല്ലെ മുണ്ടു മടക്കി കുത്തി ചന്തുവിനെ നടന്നു. ജനങ്ങളിൽ പലരും ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു. എന്തിനാണ് ഇവന്റെ പുറപ്പാട്? ചന്തു സംശയിച്ചു. വീണ്ടും ഒരംഗത്തിനോ? ഇവിടെ എത്തിയപ്പോൾ മുതൽ ഓരോ പ്രശ്നങ്ങളാണ്. പാലമുട്ടിലുണ്ടായിരുന്ന ആൾക്കാർ ചന്തുവിനെയും ചെല്ലപ്പനെയും മാറി മാറി നോക്കി. ഇരുവരുടെയും മുഖത്ത് എന്താണെന്നറിയാൻ കഴിയാത്ത ഭാവം. ചന്തുവിൻ്റെ മുന്നിൽ ഉദ്ദേശം 5 അടിയോളം അകലത്തിൽ ചെല്ലപ്പൻ നിന്നു. അവർ മുഖാമുഖം നോക്കി. ഞാനെല്ലാം അറിഞ്ഞു. ചന്തു ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസം. ഇത്രയും കാലം ഞാൻ തെറ്റായ വഴിയിൽ മാത്രം സഞ്ചരിച്ചവനാണ്. എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഒരുപാട് വിഷമിച്ചു. ഇപ്പം എനിക്ക് അപകടം ഉണ്ടായപ്പോൾ കൂടെ നടന്നവരാരും തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചിലപ്പം തുറന്നു. ഭൈരവനാണ് എന്നെ കുത്തിയതെന്ന് ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അധ്വാനിച്ച് ജീവിക്കും. ചന്തു ചിരിച്ചു. ചിലപ്പോൾ നിനക്ക് തീർച്ചയായും നല്ലൊരു ജീവിതം നയിക്കാം. ഭാര്യയെയും മക്കളെയും സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയാം. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിൽ ഞാൻ ചന്തുവിനോട് ക്ഷമ ചോദിക്കുന്നു. അതൊന്നും സാരമില്ലടോ. സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. ചെല്ലപ്പൻ ഒരിക്കൽ കൂടി ചന്തുവിനെ നോക്കി നടന്നുപോയി. ചന്തുവണ്ണൻ ഇവിടെ വന്നതുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു. തൊഴിലാളികളിൽ ഒരാൾ പറഞ്ഞു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. ചാത്തുണ്ണി മുതലാളിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത്തരമൊരു പരാജയം ഉണ്ടായിട്ടില്ല. എവിടെ നിന്നോ വന്ന ഒരുത്തൻ്റെ മുന്നിൽ പരാജയപ്പെടുക, അത് നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ. രാത്രി ഏറെയാകുവോളം അയാൾ തൻ്റെ മണിമാളികയുടെ ടെറസിലിരുന്ന് മദ്യപിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ റോബിനും റെനിയും അവിടേക്ക് വന്നു. ഡാഡി ഇന്ന് ഓവറാണ്, അയാൾ തലയിളക്കി. പിന്നെ നീട്ടി തുപ്പി. ഫു, നീയൊക്കെ എന്തിനാടാ ചാത്തുണ്ണിയുടെ മക്കളാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? ഇരുവരും മിണ്ടിയില്ല. അവൻ നമ്മളെ ആക്ഷേപിച്ച് വിട്ടിട്ട് നീയൊക്കെ എന്ത് ചെയ്തു? ഇപ്പോൾ ഡാഡി എന്തേലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെന്ന് അവർക്കറിയാം. നേരം വെളുക്കട്ടെ ഡാഡി, എല്ലാത്തിനും പരിഹാരം കാണാം. അടുത്ത ദിവസം രാവിലെ 10 മണി ചാത്തുണ്ണി SP വിജയദാസിന് ഫോൺ ചെയ്തു. യെസ്, വിജയദാസ് ഹിയർ. മറുതലക്കിൽ നിന്നും കനത്ത ശബ്ദം. ഞാൻ ചാത്തുണ്ണിയാണോടോ. ഓ, എന്താടോ രാവിലെ? അബ്കാരി അവറാച്ചനുമായി താൻ പിന്നെയും ഇടഞ്ഞോ? ഇല്ല, അതൊന്നുമല്ല പ്രശ്നം. ഒരു പീറ റാസ്കൽ എനിക്ക് തലവേദന ഉണ്ടാക്കി. തന്നെ അറയ്ക്കാതെ തന്നെ കാര്യം തീർക്കാൻ എന്ന് കരുതിയതാ. പക്ഷേ നിങ്ങളുടെ SI മോശം. എൻ്റെ ഗുണ്ടകൾക്ക് പോലും കയ്യബദ്ധം പറ്റി. I see. ആരാണവൻ? ഒരു ചന്തു. ഓ, ചന്തു. നാടും വീടൊന്നും എനിക്കറിയില്ല. എന്തായാലും പാലമുട്ടിലെ കുറേ വായനോക്കികൾ ഇപ്പോൾ അവൻ്റെ പക്ഷത്താണ്. SP മൗനം. താനെന്താ ഒന്നും പറയാത്തത്? ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതൊന്നും എനിക്കറിയണ്ട. അവനെ ഒരാഴ്ചക്കുള്ളിൽ ഒതുക്കിയിരിക്കണം. ഓക്കെ. ചിന്താഭാരത്തിൽ SP റിസീവർ വെച്ച് ഒരു കൈവണ്ടിയിൽ കുറച്ചകലേക്ക് ചരക്കു സാധനങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു ചന്തുവും കൂട്ടരും. അയാൾ ഓരോന്ന് അഭ്യസിച്ചു വരികയാണ്. ഒന്ന് ആഞ്ഞു തൊള്ളടാ കുമാറെ. അരയുടെ ഭാവം കൊണ്ട് കൈവണ്ടിയിൽ പിടിച്ച് മുന്നോട്ട് ആയമെടുക്കുന്നതിനിടയിൽ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് ചന്തു പറഞ്ഞു. ഇന്നാ പിടിച്ചോ ആയലസ. കുമാറും കൂടെ ഉണ്ടായിരുന്നതിനും തള്ളിക്കൊടുത്തു. നമ്മുടെ വണ്ടി കയറിപ്പോട്ടെ. നിറയെ ഗട്ടറുകളും ചെളിവെള്ളവും നിറഞ്ഞ റോഡ്. ഓടയിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം. എതിരെ ഒരു ഹോണ്ട സിറ്റി കാർ വരുന്നത് കണ്ടു. ചന്തു പരമാവധി സൈഡ് ഒതുക്കി കൊടുത്തു. എന്നാൽ വന്ന വേഗത്തിൽ തന്നെ കാറ് പാഞ്ഞുപോയി. അവരുടെ ശരീരങ്ങളിലേക്ക് ചളിവെള്ളം
തെറിപ്പിച്ചുകൊണ്ട്. ഫു! ചന്തു അലറി. നിർത്തട അവിടെ! കാർ അപ്പോഴേക്കും അടുത്ത വളവിലെത്തിയിരുന്നു. ചാത്തുണ്ണി മുതലാളിയുടെ മോള, കുമാർ അറിയിച്ചു. ആരായാലെന്താ, തോന്നിയാസം കാണിക്കുന്നതിനൊരു അതിര് വേണ്ടേ? ചന്തു തോർത്തെടുത്ത് മുഖത്തെ വെള്ളം തുടച്ചു കളഞ്ഞു. പിന്നെ ഒന്ന് അമർത്തി മൂളി. ചില ദിവസങ്ങൾ കൂടി പിന്നിട്ടു. ചന്തു ഇപ്പോഴും കുഞ്ഞച്ഛൻ്റെ ചായക്കടയോട് ചേർന്നുള്ള ചായപ്പിലാണ് കിടപ്പ്. അത് കുഞ്ഞച്ഛനും പെൺമക്കൾക്കും ആശ്വാസമായിരുന്നു. ഒരു സായാഹ്നം ചാത്തുണ്ണി മുതലാളിയുടെ മകൾ മോളിക്കുട്ടി കാറിൽ എവിടേക്കോ പോകുന്നത് ചന്തു കണ്ടു. അയാൾ കുമാറിനെ വിളിച്ചു. ചാത്തുണ്ണിയുടെ മോളല്ലേ അത്? നമ്മളെ ചെളിവെള്ളം തെറിപ്പിച്ചോൾ. ആണ് ചന്തുണ്ണ, നീ ഒരു കാര്യം ചെയ്. അയാൾ അവൻ്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. തല കുലുക്കിക്കൊണ്ട് കുമാർ പോയി. അരമണിക്കൂർ കഴിഞ്ഞാണ് തിരികെ എത്തത്. എവിടെ? അപ്പുറത്തുണ്ട്. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ആ സിറ്റി ഹോണ്ട കാർ പാഞ്ഞു വരുന്നത് കണ്ടു. ചന്തു വേഗത്തിൽ കൈവണ്ടി വലിച്ച് റോഡിൻ്റെ നടുവിലിട്ടു. മോളിക്കുട്ടി ബ്രേക്ക് അമർത്തി. വല്ലാത്തൊരു ശബ്ദത്തോടെ കാർ നിന്നു. അവൾ തുടരെ ഹോണടിച്ചു. അത് കേട്ട് ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ടേക്കായി. ചന്തു മെല്ലെ കാറിനെ സമീപിച്ചു. അയാൾ ഭയപ്പാടോടെ അയാളെ നോക്കി. മോള് പുറത്തേക്കൊന്നിറങ്ങിക്കേ. നിങ്ങൾക്കെന്ത് വേണം? അഹംഭാവത്തോടെയുള്ള ചോദ്യം. എന്തായാലും നിന്നിൽ നിന്നും ഒന്നു വേണ്ട, അയാൾ പറഞ്ഞു. ഡോർ തുറന്നു. നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറണം. തീർച്ചയായും. സ്കൗണ്ടറൽ, ഇത് നിന്റെ തന്തയുടെ പേര്. ഇറങ്ങടി പുറത്തേക്ക്. അതൊരാജ്ഞയായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ തല്ലും മേടിക്കുമെന്ന് മോളിക്കുട്ടിക്ക് തോന്നി. താൻ ചാത്തുണ്ണിയുടെ മകളാണ്. അവൾ പുറത്തേക്കിറങ്ങി. മോള് ഈ കാറിൽ പറന്നു നടക്കുകയാ. ഞങ്ങൾ പാവങ്ങൾ റോഡിലൂടെ കാൽനടയായിട്ട് നടക്കുന്നെന്ന് ഓർമ്മണം. ആൾക്കാരുടെ ശരീരത്തിലെ ചെളിവെള്ളം തെറിക്കുമെന്ന് തോന്നുമ്പോൾ ആ ബ്രേക്കിൽ കാലൊന്ന് അമർത്തിക്കൂടെ? താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി, എന്നെ പഠിപ്പിക്കണ്ട. ഉത്തരവ്. ചന്തു ചിരിച്ചു. പക്ഷേ കഴിഞ്ഞ ആഴ്ച മോൾ എൻ്റെ ശരീരത്തും ചെളി തെറിപ്പിച്ചു. അതിന് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാ. താൻ പോടോ. അവൾ ചുണ്ടുകൾ വക്രിച്ചു. ഒരു മാന്യൻ വന്നിരിക്കുന്നു. വായി നോക്കി. ചന്തുവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. മോളിക്കുട്ടി തുടർന്നു. താനാരാ? കളക്ടറോ അതോ IG യോ? ഇനിയും ശരീരത്ത് വെള്ളം തെളിച്ചെന്നിരിക്കും. അവർ തിരികെ കാറിൽ കയറാൻ ഭാവിച്ചു. നിൽക്കടി. അവൾ തിരിഞ്ഞു. എന്താ? ഇനിയും നീ തെളി ചേർപ്പിക്കുമോ? തെറിപ്പിക്കും. തീർച്ച. ഓക്കെ. ചന്തു കുമാറിനെ നോക്കി അലറി. കൊണ്ടുവാടാ ചന്തുണ്ണ. നീ പറഞ്ഞതനുസരിച്ചാൽ മതി. കൊണ്ടുവാ. ഇവൾ ആരടാ? കൊച്ചി രാജാവിൻ്റെ കൊച്ചുമകളോ അതോ മൗണ്ട് വാറ്റം പ്രഭുവിൻ്റെ അനന്തരത്തിയോ? കുമാർ ഓടിപ്പോയി. ഒരു ബക്കറ്റിൽ ചാണകവെള്ളം കലക്കി വെച്ചിരിക്കുന്നതുമായി വന്നു. നിന്നോട് അവസാനമായിട്ട് ചോദിക്കാം, ഇനി നീ ആവർത്തിക്കുമോടി? താൻ പോടോ. ഒരു സെക്കൻഡ്. ചന്തു ബക്കറ്റ് അവളുടെ തലയിലേക്ക് കമത്തി. അയ്യേ! അവൾ ചാണകവെള്ളത്തിൽ കുളിച്ചു. ജനം അന്താളിച്ചു നിന്നു. അവൾക്കത് തന്നെ വേണം. പ്രായമുള്ള ചിലർ പിറുപിറുത്തു. ചാണകവെള്ളം നല്ലതാടി. നിന്റെ മനസ്സിലും ശരീരത്തിലുമുള്ള വിഷത്തിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. മോളിക്കുട്ടി നനഞ്ഞ എലിയെപ്പോലെ നിന്ന് വിറച്ചു. പട്ടി, നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. നീ സ്വന്തം പേരിൻ്റെ പര്യായങ്ങൾ മുഴുവൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോടി. പോകാൻ നോക്ക്. വിഷമവും കോപവും സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞുപോയി മോളിക്കുട്ടി. അവൾ ആ വേഷത്തിൽ തന്നെ കാറിൽ കയറിയിരുന്നു. ചന്തു കൈവണ്ടി മാറ്റി. കാർ അകന്നു വന്നു. അത്രയും വേണമായിരുന്നോ ചന്തുണ്ണ? കുമാറിന് സംശയം. വേണം. കാറിൽ നിന്നിറങ്ങിയ മോളിക്കുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയത്. എന്തു പറ്റിയടി? ചാത്തുണ്ണിയും മക്കളും ചാടി എണീറ്റു. ഡാഡി, ഇതെന്താ? കാർ എവിടെയെങ്കിലും മറഞ്ഞോ? ഇല്ല. പിന്നെ ഇത് നാറുന്നു. റെന്നി മൂക്കുപൊത്തി. അവൻ എന്നെ ചാണകവെള്ളത്തിൽ കുളിപ്പിച്ചു. ആര്? ആ റൗഡി ചന്തു. റെന്നിച്ചൻ പല്ലുകടിച്ചു. എന്താടി ഉണ്ടായത്? എന്നോ ഞാൻ അറിയാതെ അല്പം ചെളിവെള്ളം അയാളുടെ ശരീരത്തിൽ തെറിച്ചു പോലും. അതിന് ഇന്നിങ്ങനെ പൊടിപ്പും തെങ്ങലും വെച്ച് അവൾ പറഞ്ഞു കേൾപ്പിച്ചു. ആ തന്തയില്ലാത്തവൻ ഇന്ന് ഞാൻ കൊല്ലും. റെന്നി തൻ്റെ മുറിയിലേക്ക് ഓടി. അവരുടെ മമ്മി സൂസന്ന അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വനിതാ സമ്മേളനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇനി അവനെ വാഴിക്കുന്നത് ശരിയല്ല. മിനിറ്റുകൾക്കുള്ളിൽ ചാത്തുണ്ണിയും മക്കളും ഒരു കാറിലും 2 ജീപ്പിലും നിറയെ ഗുണ്ടകളുമായി പാലമൂട് ജംഗ്ഷനിലേക്ക് പാഞ്ഞു. എല്ലാവിധ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ചാണകവെള്ളം കൊണ്ട് അവിശുദ്ധയായ മോളിക്കുട്ടി പാലമൂട് ജംഗ്ഷനിൽ നിന്നും പോയി കഴിഞ്ഞ് ചന്തു ഒരു കലുങ്കിൽ കുത്തിയിരുന്നു.
ചാത്തുണ്ണിയും മക്കളും വെറുതെ ഇരിക്കില്ലെന്ന് പലരും ചന്തുവിനെ ഉപദേശിച്ചു. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. ചന്തു ഒന്ന് മൂളി. അവർ പറയുന്നത് സത്യമാണെന്ന് അയാൾക്കും അറിയാമായിരുന്നു. ഈ അവസരത്തിലാണ് ഒരു ജീപ്പ് അവിടേക്ക് വന്നത്. അതിൽ നിന്നും ഇറങ്ങിയ അജാനുഭാവമായ ഒരാൾ ചന്തുവിനരികിലെത്തി. ചന്തു, ഞാൻ തന്നെ. സംശയത്തോടെ അയാൾ മറുപടി കൊടുത്തു. ഞാൻ നിങ്ങളെ ഒന്ന് കാണാമെന്നതാണ്. ചോദ്യാർത്ഥത്തിൽ ചന്തു അയാളെ നിന്ന് നോക്കി. പിന്നെ ഒരു ബീഡി കത്തിച്ചു. അവറാച്ചൻ മുതലാളിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന്. അതിനെന്താ, കണ്ടോളാൻ പറഞ്ഞേക്കൂ. അതല്ല, എന്തോ ചിലത് സംസാരിക്കുവാനുണ്ട്. വിരോധമില്ല. ഇനി എങ്ങനെ പറയണമെന്ന് ആഗതൻ കുഴങ്ങി. ഞാൻ ചന്തുവിനെ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. അവറാച്ചൻ്റെയോ? ആഗതൻ്റെ മുഖമിരുണ്ടു. മുതലാളിയെ എങ്ങനെ വിളിക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും ധൈര്യം കാട്ടാറില്ല. എന്നിട്ടാണിവൻ. ചന്തുവിൻ്റെ മുഖമടച്ചൊന്ന് കൊടുക്കാനുള്ള ആവേശം തോന്നിയെങ്കിലും അയാളത് ഉള്ളിലൊതുക്കി. ചന്തു തുറന്നു. ഞാൻ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ തൻ്റെ മുതലാളിയോട് പറയൂ. പലരും ഈ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. ചന്തു അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ്. എനിക്ക് തൽക്കാലം അവറാച്ചൻ്റെ ഗുണം വേണ്ട. എങ്ങനെയും ചന്തുവിനെ കൂട്ടിക്കൊണ്ടു ചെല്ലണം എന്നതായിരുന്നു തൻ്റെ അനുയായിക്ക് അവറാച്ചൻ നൽകിയിരുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് ഇത്രയും താഴുവാൻ ആ മനുഷ്യൻ തയ്യാറായത്. ഒന്ന് പോയി നോക്കിയാലോ ചന്തുവണ്ണ, കുമാർ പ്രോത്സാഹിപ്പിച്ചു. മുതലാളി എന്തെങ്കിലും ജോലി തന്നാൽ ഇവിടെ കിടന്ന് കൈവണ്ടി വലിക്കണോ? ചന്തു അവനെ കടുപ്പിച്ചൊന്ന് നോക്കി. കുമാർ തലകൊന്നിച്ചു. ചായപ്പീടികയിൽ നിന്നും കുഞ്ഞച്ചൻ ഇറങ്ങി വന്നു. ആഗതനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. മോൻ പോകണം. അദ്ദേഹം വിളിച്ചത് തല്ലാനും മറ്റുമൊന്നല്ലല്ലോ. അങ്ങനെ വന്ന അയാളുടെ കാല് ഞാൻ എടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. മോൻ ചെല്ല്. കുഞ്ഞച്ചൻ ചേട്ടാ, പോയിട്ട് വാടാ ചന്തു. ശരി, ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാം. ചന്തു ബീഡിക്കുറ്റി ഓടയിലിട്ട് തുപ്പിയിട്ട് എഴുന്നേറ്റു. ശരി, പോകാം. ആഗതന് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത പാർട്ട് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇതിൻ്റെ തുടർന്നുള്ള പാട്ട് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റുകളൊക്കെ വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് നാളെ നമ്മൾ കാണും. അപ്പോൾ ബൈ.